ആക്സിലേറ്റർ വേറെ സൈഡിലാണ്. ആക്സിലേറ്റർ കുറച്ച് ഇതായിരിക്കും കേട്ടോ, ചെറുതായിരിക്കും. പിന്നെ നമ്മളെ ബ്രേക്സ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഹജാർ ലൈറ്റൊക്കെ ഇവിടെ വരുന്നു. കാണിച്ചു കൊടുക്കേ, ഇതാണ് കേട്ടോ ഹജാർ ലൈറ്റ്. പിന്നെ നമ്മളെ ഗിയർ ഇതാ ഇങ്ങനെയാണ്, നല്ല സ്മൂത്ത് ഗിയറാണ്. പിന്നെ DN6 പാർക്ക് ഇതാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇതാണ്. ഇതെന്താ ഓട്ടോ ഹോൾഡ് ഇതാണ്. പിന്നെ AC ഇതാണ്. AC-ൻ്റെ സ്വിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ഇതുമ്മ പ്രസ് ചെയ്യാം. പക്ഷേ ഈ വണ്ടീനെ ഒരു ഏതാ സൗണ്ട് വരുന്നത്? ഓടിക്കുമ്പോൾ ഇതാണ് പ്രശ്നം ഗൈസ്. ഇതാണ് പ്രശ്നം ഈ വണ്ടീൻ്റെ. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ചെടുത്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളെ ബാക്ക് ഡിക്കി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ ബാക്ക് ഡിക്കി കുറച്ച് ബാക്ക് ഡിക്കി നല്ല സ്പേസിലാണ് കേട്ടോ. ഫുൾ സ്പേസ്. പിന്നെ നമ്മളത് പൊക്കാണ്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട് കേട്ടോ. ജേബറല്ലേ. പിന്നെ നമ്മുടെ ടാറ്റിൻ്റെ രണ്ടും സൈഡിലുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഡിക്കിൻ്റെ ഇതുണ്ട്, തുറക്കേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ എവിടെയിൽ പെട്ടുപോയ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മളൊരു വണ്ടീൻ്റെ ഇത് ഇങ്ങനെ എല്ലാം അടിക്കുക. അപ്പം അങ്ങനെയാണ് അടിച്ചത്, അല്ല മുറുക്ക വെക്കണം. പിന്നെ നമ്മളെ ബോട്ടിൽ സ്പേസ് ഇങ്ങനെയാണ്. പിന്നെ നമ്മളെ കീ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിൻ്റെ റിക്ലൈനൊക്കെ ചെയ്യണം ഇവിടെയാണ്. പിന്നെ അതിൻ്റെ AC-ൻ്റെ ഇതൊക്കെ ഇതാ കേട്ടോ ഗൈസ്. ഇതിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കണ്ടോ കേട്ടോ, ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു AC ഇതാ ഒരു ടൂലായി. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ മതി. പിന്നെ അവിടെ നമുക്ക് ഇതിനുണ്ട് എന്തൊരു നമ്മളെ മുന്നത്തെ പിന്നെ നമുക്കൊരു ബോണറ്റിൻ്റെ സ്വിച്ചും ഇതാണ് ചാർജിൻ്റെ സ്വിച്ച്. ചാർജർ ഞാൻ ഒന്ന് ആ ബൂട്ട് ഒന്ന് തുറന്നു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് വാങ്ങാണ്. അപ്പം നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ 2 ചാർജറുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ മെയിൻ ചാർജർ. പിന്നെ നമ്മളെ വണ്ടീൻ്റെ ചാർജർ ഒന്ന് കാണിച്ചു തരാം. വണ്ടീൻ്റെ ചാർജർ വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇതുകൊണ്ട് ചാർജ് ചെയ്ത് വേറെ ചാർജറുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു വേറൊരു ചാർജറുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്തെ ബാക്ക് സൈഡ് പോകാം കേട്ടോ. Take out the key fob. അങ്ങനെ പറയാം, ടേക്ക് ഔട്ട് ദ കീ ഫോബ്. നമ്മളെ ലൈറ്റ്സ് ഒന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം. ചെറിയ ലൈറ്റ് കിട്ടും. പിന്നെ ഹെഡ് ലൈറ്റ് കുറച്ച് ഇതാണ്. പിന്നെ നമ്മളെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കാണാൻ ഒരു നല്ല രസമുള്ളൊരു ഇത്. പിന്നെ നമ്മളെ ചില്ല് ഒന്ന് താത്തി കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ആ സൈഡിൽ നിന്ന് നമുക്ക് കൈ വിട്ടില്ല. പിന്നെ നമ്മളെ ഇത് ഇപ്പോൾ സിറ്റി മോഡ്, ഇതൊന്ന് പീസ് മോഡ്, എക്കോ മോഡ്, പിന്നെ സ്പോർട്സ് മോഡും. പിന്നെ നമ്മളെ ചാർജിങ് ഇതും വരുന്നത്. പിന്നെ നമ്മളെ ബാക്ക് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തുറന്നാൽ നമുക്കിത് അടിക്കാം. ഇതിങ്ങനെ എടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാം കേട്ടോ. ഇവിടെ അതിന് ഹീറ്റും ഇവിടെ ഹീറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കട്ടെ. ബാക്ക് സൈഡ് ആണെങ്കിൽ Smart key not detected. Please check. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് പിന്നെ നമുക്ക് ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. ഇങ്ങനെ തുറക്കുക, ഇവിടെ അടയ്ക്കുക. പിന്നെ നമുക്കിത് റിക്ലൈൻ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ
വണ്ടിയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡോർ ഹാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഹാൻഡിൽ പിന്നെ ഇതിൻ്റെ AC സ്പേസ് ഇവിടെയാണ്. പിന്നെ നമുക്കിവിടെ ചെറിയ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതാ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതൊക്കെ കേട്ടോ. ഫിനിഷ് ആയിട്ടില്ല ഗൈസ്. നമുക്ക് വേറൊരു ഇന്നോവ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോണറ്റ് ലോക്കൊന്നും ഇട്ടട്ടെ. വണ്ടി ഓണാണ്, വണ്ടി ഓണാണ്, ഓഫാക്കി.